ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. ഇന്ന് സേമിയ പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സേമിയ പായസം എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻറ്റ് മിക്സാണ്. സേമിയ പായസത്തിൻ്റെ സായിക്കോ ബ്രാൻഡാണ് കേട്ടോ, പരസ്യമൊന്നുമല്ല. അങ്ങനെ ഒരു ബ്രാൻഡാണ് നമ്മുടെ കൈ കിട്ടിയത്, സായിക്കോ ബ്രാൻഡ്. അപ്പോൾ അതുകൊണ്ട് പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു പായസം കഴിക്കാൻ തോന്നി, അപ്പോൾ സേമിയ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്ത് പോയപ്പോൾ 2 പാക്കറ്റ് പാല് വന്നായിരുന്നു. അപ്പോൾ മിക്സ് ഏതായാലും നമ്മുടെ കടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാല് വാങ്ങിക്കൊണ്ടുവന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പായസമൊക്കെ എന്തായാലും നന്നായിട്ട് വരികയൊക്കെ ചെയ്തു. ഇതിനു മുമ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് സേമിയ പായസമൊക്കെ, പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കാറില്ല. എന്തായാലും ഇത്തവണ ഉണ്ടാക്കുമ്പോൾ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അപ്പോൾ രാവിലെ പായസപ്പണിയുടെ ഇടയിൽ മേമ വന്നു, എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മേമോട് ഇങ്ങനെ പറഞ്ഞു പായസം വയ്ക്കാണ്. അപ്പോൾ മേമ പറയാം സേമിയ പായസം എളുപ്പമല്ലേ എന്നൊക്കെ ചോദിച്ചു. അത് ഇൻസ്റ്റൻറ്റ് മിക്സ് വാങ്ങിയാൽ ഭയങ്കര എളുപ്പമാണ്, എല്ലാം അതിനകത്ത് ഉണ്ടാവുമല്ലോ. നമ്മളത് പാലൊഴിച്ച് തിളപ്പിക്കേ വേണ്ടൂ. അപ്പോൾ എന്തായാലും പാല് തിളപ്പിക്കാൻ വെച്ചു. ഞാൻ എന്താണെന്ന് വെച്ചാൽ പാല് കൊണ്ടുവന്നിട്ട് അപ്പം തിളപ്പിച്ച് വെച്ചു, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചു തലേ ദിവസം. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പാല് കേടുവന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം അതെടുത്ത് ഒന്നുകൂടെ തിള വന്നപ്പോൾ അതിന് സേമിയ ഇടേണ്ട സമയമായി. 2 പാക്കറ്റ് പാലിന് വളരെ കുറച്ചേ സേമിയ മിക്സ് ഇടേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ആ പ്ലേറ്റിലെടുത്തത് മുഴുവനൊന്നും ഇടുന്നില്ല കേട്ടോ, വളരെ കുറച്ച് മതി. അച്ഛനൊക്കെ പറയും പായസം ഉണ്ടാക്കുമ്പോൾ ഒരു പിടി അരിപ്പായസമൊക്കെ, പാൽപ്പായസത്തിനാണെങ്കിലും ശർക്കര പായസത്തിനാണെങ്കിലും ഉണങ്ങല്ലരിയൊക്കെ എടുക്കുമ്പോൾ ഒരു പിടി അരി അത്രേ വേണ്ടൂ എന്ന് പറയും പായസത്തിനൊക്കെ. അധികമായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് നെയ്ച്ചോറ് പോലാവും. അപ്പം എന്തായാലും നമ്മൾ കുറച്ച് മിക്സ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഫൈനൽ പ്രോഡക്റ്റ് കറക്റ്റ് പാകത്തിന് വന്നു കേട്ടോ. പക്ഷെ ഇതിൽ ഞാൻ പഞ്ചസാര കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ആയി വന്നപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് പഞ്ചസാര കുറച്ചുകൂടെ വേണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ പഞ്ചസാര അതിൽ അധികം ആഡ് ചെയ്തു. കാരണം മിക്സിലുള്ള മുഴുവൻ പഞ്ചസാരയും നമ്മൾ ഇടുന്നില്ലല്ലോ, ഒരു കുറച്ച് പോർഷനല്ലേ അതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ മധുരം അതിൽ ചേർക്കേണ്ടി വരും. പിന്നെ പാലിൽ ഞാൻ വെള്ളം അധികം ചേർത്തിട്ടില്ല, ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ 2 പാക്കറ്റ് പാലല്ലേ, അതിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. എനിക്ക് പായസം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടുന്ന പോലെ തോന്നും. അതുകൊണ്ട് ശരിക്കും പാലിൽ തന്നെയാണ് പായസം ഉണ്ടാക്കുന്നത്, ഫുൾ പാലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വല്ലാതെ കട്ടിയായാലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഒരു 1/2 ഗ്ലാസ് വെള്ളം. എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കറക്റ്റ് പാകമാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിലുള്ളൊരു ടാസ്ക്. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. സേമിയ പായസം കറക്റ്റ് പാകത്തിനൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാനൊരു ഗ്ലാസ് ബൗളിലേക്ക് എടുക്കുകയാണ്. പായസമൊക്കെ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പായസം ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഗായ്സ്. പായസമൊക്കെ നന്നായിരുന്നു കേട്ടോ. ഞാനുണ്ടാക്കിയതുകൊണ്ട് പറയല്ല. മധുരം ഒരിത്തിരി കുറവായിട്ട് തോന്നി ആദ്യം, പിന്നെ ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കി. എന്തായാലും പായസം നല്ല സൂപ്പറായിട്ട് കിട്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തൂ. നമുക്കിതുപോലെ ഇനിയും വീണ്ടും കാണാം. ടാറ്റാ, ബൈ.